ചേച്ചി ഈ സംഭവം ചേച്ചി ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളൊക്കെ വാർത്തയാവുകയും ചെയ്തു. ഇപ്പൊ എന്താ ചേച്ചിയുടെ ബുദ്ധിമുട്ട്? ഇപ്പൊ ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പോലീസുകാരും ഇന്നേ വരെ അന്വേഷിക്കാൻ വന്നിട്ടില്ല. ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളിച്ച് ചെറിയൊരു അന്വേഷണം നടത്തിയതല്ലാതെ വേറൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഓൺലൈൻ വഴി പരാതി കൊടുക്കാൻ പോകുന്നു. ഓൺലൈൻ വഴി പരാതി കൊടുക്കുന്നത്? നേരിട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇല്ല. ഒന്നാമത് ബന്ധുക്കളായിട്ടുള്ളത് ഇപ്പം അച്ഛനും അമ്മയും ആണ് ഞങ്ങളുടെ കൂടെയുള്ളത്. പിന്നെ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് സഹായത്തിന് വേണ്ടിയിട്ടായാലും ഞങ്ങളെ വിളിച്ച് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യാത്രാ ചെലവ്, കൂലി, പിന്നെ ഈ അച്ഛനമ്മയും ഉണ്ട്. ഞാൻ പിന്നെ ആരെയും കൊണ്ടാണ് പോകേണ്ടത്? ഈ ചാനലിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മൊബൈൽ ഷോപ്പുകാരനെ പറ്റി പറഞ്ഞു. അതങ്ങനൊരു ഇതില്ലെങ്കിൽ ഞാൻ ഈ പോലീസ് സ്റ്റേഷനായിട്ട് ഒരിക്കലും ബന്ധപ്പെടില്ലായിരുന്നു. എസ് ഐ അങ്ങനെ പെരുമാറുകയും പിന്നെ ഈ ഷോപ്പിൽ കയറിയപ്പോൾ ഉണ്ടായ സംഭവത്തെ തുടർന്നാണല്ലോ ഞങ്ങൾ സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുന്നത്. അല്ലെങ്കിൽ എനിക്ക് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഷോപ്പ് കടക്കാരനെതിരെ ഞങ്ങൾ പരാതി നൽകാൻ ചെന്നപ്പോൾ അത് കോംപ്രമൈസ് ചെയ്തിട്ട് തീർക്കാനാണ് അവരുടെ പരിപാടിയായിരുന്നത്. അത് സമ്മതിക്കാത്തത് കൊണ്ടും ആണ് ഇത്രയും പ്രശ്നം ഗുരുതരമായിട്ട് വഷളായത്. ഉണ്ടായ സംഭവം ഇട്ടിരിക്കുന്നത് എസ് ഐയുടെ ഭാഗത്തുനിന്നും ഈ മൊബൈൽ ഷോപ്പുകാരനെതിരെയും ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുകയും എടുക്കുകയും ചെയ്തേക്കണത്. ചേച്ചിയുടെ അടുത്ത് ഇത്രയും മോശമായ രീതിക്ക് സംസാരിച്ച വാക്കുകൾ തന്നെയാണോ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്? അതെ അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അതെ. എങ്ങനെയാണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ ചാനൽ വഴി വരികയും ചെയ്തു. മൊബൈൽ ഷോപ്പുകാരനോട് അപമര്യാദയായിട്ട് പെരുമാറി. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് അപ്പം തന്നെ ഇറങ്ങി വന്നപ്പോഴത്തേനും അവിടെയുള്ള 5-6 ഷോപ്പുകാർ കൂടി എന്താ സംഭവം എന്ന് ചോദിച്ചു. എസ് ഐയുടെ അടുത്ത് ചെന്നപ്പോഴത്തേനും ഞാൻ മാറി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എസ് ഐയുടെ അടുത്തേക്ക് എന്നെ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കട ഉടമസ്ഥൻ അവിടെ സാറിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നു. ഞാൻ നിൽക്കുന്നു. അപ്പോഴത്തേനും പറഞ്ഞു, നിനക്ക് പൈസയ്ക്ക് കുറവാണെന്നുണ്ടെങ്കിൽ പൈസ തരാം, ക്വാർട്ടേഴ്സിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടൻ പുറത്ത് നിൽക്കണ്ടായിരുന്നു. അത് കേട്ടോണ്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേറെ പോലീസുകാർ, നോൺ യൂണിഫോം ഇട്ട പോലീസുകാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി കോളറിന് പിടിച്ച് ഉന്തിത്തള്ളി പുറത്തേക്ക് അവരുടെ ഒരു ലോക്കപ്പുള്ള ഒരു റൂം, പിന്നെ കുറച്ചിരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്, അങ്ങോട്ട് തള്ളി കൊണ്ടുപോവുക ചെയ്തത്. അവിടെ ചെന്നപ്പോഴത്തേനും ഈ നെഞ്ചുവേദന ഉണ്ടായപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഇത്തിരി വിശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അവർ സമ്മതിക്കാതെ, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. 2 വർഷത്തോളമായിട്ട് കോലഞ്ചേരി ഹോസ്പിറ്റലിലെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണ്. ഒന്നും ചെയ്യരുത്, പിന്നെ ഒത്തിരി മാനസിക ബുദ്ധിമുട്ടും പിന്നെ വിഷമങ്ങളും ടെൻഷനൊന്നും പാടില്ല. അപ്പം അത് പറഞ്ഞിട്ടും അവർ കൂടുതലായിട്ട് അഭ്യാസം കാണിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് എടുത്ത് പെരുമാറിയത്. അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചതിന് ശേഷമാണ് അവർ കാരിക്കോട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷമിച്ച് പറഞ്ഞപ്പോഴാണ് ഇവർ ആശുപത്രിയിലേക്ക് എടുത്ത് കൊണ്ടുപോകുന്നത്. ഇത്രമാത്രം പോലീസിൽ നിന്നും ക്രൂരമായി ഇത് കിട്ടിയിട്ടും ഒന്നും പോലീസ് ഇപ്പോൾ ചേച്ചിക്കെതിരെ വരെ കേസെടുത്തിരിക്കും, മാനനഷ്ട കേസ് എസ് ഐ കൊടുത്തിരിക്കും. നീതി കിട്ടുമോ? നീതി കിട്ടും. എന്താ വിചാരിച്ച പരാതി ഇല്ല എന്നും പറഞ്ഞുകൊണ്ടല്ല, ഞാൻ പരാതി പെടാനായിട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ കേസായിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യണത്. അല്ലാതെ ഞാൻ അവരോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. വളരെ മോശമായിട്ടാണ് പോലീസുകാർ പെരുമാറിയത്. അതുകൊണ്ടാണ് ഇത്രയും ഗുരുതര അവസ്ഥ എനിക്ക് ഞങ്ങൾ ആശുപത്രിയിൽ എത്തേണ്ടി വന്നത് എന്നാണ് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞത്. ഈ വിളിച്ച് കൊണ്ടുവന്ന ആംബുലൻസിന് പോലും ഞാൻ ഇന്ന് വരെ പൈസ കൊടുത്തിട്ടില്ല. ഡിസ്ചാർജ് ആയതിനു ശേഷം ഞാൻ വിളിച്ച് തരാന്നാ പറഞ്ഞത്. എസ് ഐനെ വിളിച്ചിട്ട് പൈസയൊന്നും ചോദിച്ചില്ല. വളരെ മോശമായിട്ടാണ് എസ് ഐ പെരുമാറിയത്. അതുകൊണ്ട് ഗുരുതര അവസ്ഥയിലാണ് ഈ ICUല് 10-ാം തീയതി, 11-ാം തീയതി, 12-ാം തീയതി ഈ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഉച്ച കഴിഞ്ഞ് 12-ാം തീയതി പുറത്തിറക്കി വാർഡിൽ 2 ദിവസം കിടന്നു. പിന്നെ ഡിസ്ചാർജ് ആവാൻ നേരത്ത് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. അച്ഛൻ ഉള്ള സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് കുറച്ച് പൈസ ഒപ്പിച്ച് കൊണ്ടുവന്ന് അത് ഞങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി. അത് കഴിഞ്ഞപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു, മൊത്തം പൈസ അടയ്ക്കാതെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഞങ്ങൾ ഈ പോസ്റ്റ് ഇട്ട ദിവസം ഒത്തിരി ആൾക്കാർ വിളിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വെച്ച് അവർ ഞങ്ങളോട് സഹകരിച്ച് പിറ്റത്തെ ദിവസം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. പൈസ ആരെങ്കിലും തന്നോ?
പൈസ ആരും അവരായിട്ടൊന്നും സഹകരിച്ചില്ല. ഞങ്ങൾ എല്ലാ മാസം അവിടെ ചെക്കപ്പിന് പോണ കാരണം പിന്നെ ആയാലും വരുമ്പോൾ തന്നാൽ മതി എന്നും പറഞ്ഞ് അവർ ഞങ്ങളോട് സഹകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമവും പറഞ്ഞപ്പോൾ എന്തു ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്ത് ശക്തമായ നടപടി എടുത്തു തന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മയും ഈ ഭർത്താവും ഞങ്ങൾ കൂട്ടത്തോടെ എന്തെങ്കിലും സംഭവിക്കും. ആത്മഹത്യ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും. എന്താണെന്ന് ചോദിച്ചാൽ ഈ SIക്ക് ഞാനൊരു പരാതി കൊടുക്കാൻ ചെന്നിട്ട് പോലും SI ആ പരാതി സ്വീകരിക്കുക അല്ലാതെ എഴുതാൻ എനിക്കൊരു സമയം പോലും തരാതെയാണ് ഇത്രയും സംഭവം ഉണ്ടായത്. അവിടെ നമുക്ക് പരിചയക്കാരായിട്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒത്തിരി ആൾക്കാർ പരാതി തരാൻ വന്നിട്ടുണ്ടാവും. എനിക്ക് അവരെയൊന്നും അറിയില്ല. മുൻപരിചയമില്ലാത്ത ആൾക്കാരാ. നമ്മളൊരു പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറുന്നത്? അല്ലെങ്കിൽ അതിനെ പറ്റി ചോദിച്ചറിയണം. പോലീസുമായിട്ടല്ലേ ഇപ്പം ഇതിലേക്ക് വന്നിരിക്കുന്നത്. ജീവിതം ഭയമുണ്ട്. പക്ഷെ അതിനെ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നാളെയും മറ്റൊരു സ്ത്രീക്ക് അങ്ങനെ നേരിടേണ്ടി വരും. അതിലൊരു സംശയവുമില്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങള് ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാ. അപ്പൊ അവര് വിചാരിക്കണ്ടാവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, എന്തേലും ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ചോണ്ടാണോ ഇങ്ങനെ ചെയ്യണേന്ന് എനിക്ക് ഇപ്പൊ സംശയമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ വിളിച്ചിട്ട് ഇന്നിപ്പോ പത്രത്തിലൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വീട്ടമ്മ അങ്ങനെ കൊടുത്ത പരാതി ശരിയല്ല, തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് തൊടുപുഴ എന്നുള്ള ഒരു സാറാണ് എന്നെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തത്. അതുപോലും എനിക്ക് തോന്നണത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ആയിരിക്കില്ല വിളിച്ചത്. അല്ലെങ്കിൽ ഇന്റിമേഷൻ പോയിട്ട് ഒരു പോലീസുകാരൻ വന്ന് ഇന്നേവരെ തിരക്കൊന്നും ചെയ്തിട്ടില്ല. ഇന്റിമേഷൻ പോയിട്ടുണ്ട്. ഞങ്ങള് പൈസ മൊത്തത്തില് അടക്കുകയാണ് ചെയ്തത്. ഇന്റിമേഷൻ പോയിട്ടുണ്ട്. എന്റെ അതിന്റെ പേപ്പർ അവരെനിക്ക് തന്നിട്ടുണ്ട്, നമ്പറും തന്നിട്ടുണ്ട്. ആ ഇന്റിമേഷൻ പോയി എന്റെ. അതെ, പോലീസായിട്ട് ഏറ്റുമുട്ടിയാലും നമ്മള് ജീവിക്കാൻ നമുക്ക് ഒരു ആത്മധൈര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. അത് ഏത് പ്രതിസന്ധി തരണം ചെയ്തിട്ടായാലും നമ്മൾ ജീവിക്കണം. എന്തായാലും ഇത്രയായല്ലോ. അത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബസ്ഥിതി ഈ പോലീസുകാർ മർദ്ദിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോ ചേട്ടന് വയ്യാതെയായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വെച്ചെങ്കിലും നമുക്ക് ഇത്രയും ഇതില്ല. ഇത് പോലീസുകാര് വയ്യാന്ന് പറഞ്ഞ ഈ മനുഷ്യനെ ഇട്ട് മർദ്ദിച്ച് അവശയാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് വിട്ടു കഴിയുമ്പോഴത്തേനും ഞാൻ പിന്നെ എന്ത് വിചാരിക്കണം? ഈ വയസ്സായ അച്ഛനോടും അമ്മോടും ചോദിക്കുക. അവർക്ക് പൈസയായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടോ ഒത്തിരി പൈസയുള്ള ആൾക്കാർ സഹായിക്കാനുണ്ടോ എന്താന്ന് അച്ഛനോടും അമ്മോടും ചോദിക്കുക. ഈ ഒരു മകനേ ഉള്ളൂ. പിന്നെ ഉള്ളത് 2 പെങ്ങന്മാരാ. അവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ പുറത്തിറങ്ങാൻ പോലും ഇനിയിപ്പോ ഞാന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണ കാരണം ഇനിയിപ്പോ അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോ എന്താ ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല. എന്നാലും എന്ത് സംഭവിച്ചാലും ആ സംഭവിക്കുന്ന ആ രീതി വരെ ആയാലും ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അത് മുഖ്യമന്ത്രിക്ക് മെയിനായിട്ട് കൊടുക്കും. ഞാനിപ്പോ ഇനി വനിതാ കമ്മീഷനിലും പോകുന്നുണ്ട്.